ടെസ്റ്റ് ക്രിക്കറ്റിൽ ഡബിൾ സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളിയായി കരുൺ നായർ. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 215 റൺസാണ് നിലവിൽ കരുൺ നായർ നേടിയിരിക്കുന്നത്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ആദ്യമായാണ് ഒരു മലയാളി ഡബിൾ സെഞ്ചുറി നേടുന്നത്. വിവരങ്ങളുമായി ഇപ്പോൾ അരുൺ ചേരുകയാണ്. അരുൺ, രാവിലെ ഏതാണ്ട് സെഞ്ചുറി നേടുന്ന ഒരു ആഹ്ലാദം അതാണ് പങ്കുവെച്ചത്. ഇപ്പോൾ ഇതാ ഡബിൾ സെഞ്ചുറിയിലേക്ക് എത്താൻ അധിക നേരം വേണ്ടി വന്നില്ല. എങ്ങനെ വിലയിരുത്താം കരുണിന്റെ പെർഫോമൻസിനെ? തീർച്ചയായും അഞ്ജു, അപ്രതീക്ഷിതമായ ഒരു മത്സരം, ഒരു ഇന്നിംഗ്സ് എന്ന് തന്നെ കരുൺ നായരുടെ ഇന്നിംഗ്സിനെ നിലവിൽ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം ചരിത്രത്തിലേക്ക് ബാറ്റ് വീശുന്ന ഒരു മലയാളിയാണ് യഥാർത്ഥത്തിൽ നമ്മളിവിടെ കാണുന്നത്. ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ മലയാളി എന്നതിനപ്പുറം നമ്മുടെ സച്ചിൻ അടക്കമുള്ള സേവാഗ് അടക്കമുള്ള ദേശീയ മറ്റ് താരങ്ങളുടെ നിരയിലേക്ക് കൂടിയാണ് നിലവിൽ ഈ ഇരട്ട സെഞ്ചുറി എന്ന നേട്ടത്തോടൊപ്പം കരുൺ നായർ ബാറ്റ് വീശുകയും ചെയ്തിരിക്കുന്നത്. ക്രിക്കറ്റിന്റെ 3 ഫോമാറ്റിലും T20 ഒപ്പം വൺ ഡേ ക്രിക്കറ്റ്, ടെസ്റ്റ് ക്രിക്കറ്റ്, ഈ 3 ഫോമാറ്റ് എടുത്താലും ഇതിൽ ആദ്യമായി ഇങ്ങനെ ഒരു നേട്ടം കുറിക്കുന്ന ആദ്യ മലയാളി എന്ന നേട്ടം കൂടിയാണ് കരുൺ നായരെ സംബന്ധിച്ചുള്ളത്. പക്ഷേ കേരളത്തിൽ നിന്ന് ഡയറക്റ്റ് എൻട്രി കിട്ടി നാഷണൽ ടീമിലേക്ക് എൻട്രി ആയ താരമല്ല കരുൺ നായർ എന്നുള്ളതാണ് ഒരല്പം സങ്കടത്തിന് നിലവിൽ കാരണമെങ്കിലും ചെങ്ങന്നൂർക്കാരനാണ് മലയാളിയായ കരുൺ നായർ എന്നാണ് ഏറ്റവും ശ്രദ്ധേയം. ഇപ്പോൾ കരിയറിലെ ടെസ്റ്റിൽ തന്നെ ആദ്യ ഇരട്ട സെഞ്ചുറി എന്ന വളരെ സുപ്രധാനമായ ഏതൊരു താരത്തെയും സംബന്ധിച്ച് വളരെ സുപ്രധാനമായ ഒരു നേട്ടമാണ് കരുൺ നായർ നിലവിൽ കുറിക്കുകയും ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ 307 പന്തിൽ നിന്ന് 23 ഫോറിന്റെയും 1 സിക്സിന്റെയും അകമ്പടിയോടുകൂടിയായിരുന്നു കരുൺ നായർ ഈ ചരിത്ര നേട്ടം കുറിച്ചത്. ഈ നേട്ടത്തിലെത്തുന്ന 6ാമത്തെ ഇന്ത്യൻ താരം എന്ന നേട്ടം കൂടിയാണ് അദ്ദേഹത്തിന് നിലവിലുള്ളത്. വെറ്ററൻ താരങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിലെ തന്നെ സീനിയർ താരങ്ങൾ നിരവധി നാളുകൾ എക്സ്പീരിയൻസ് ഉള്ള താരങ്ങൾ കുറിച്ച നേട്ടത്തിനൊപ്പമാണ് അദ്ദേഹം നിലവിൽ ഈ ഡബിൾ സെഞ്ചുറി എന്ന നേട്ടത്തിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത്. വീരേന്ദ്ര സെവാഗ്, സച്ചിൻ തെണ്ടുൽക്കർ, രാഹുൽ ദ്രാവിഡ്, സുനിൽ ഗവാസ്കർ, വിരാട് കോഹ്ലി, ഇതിൽ വിരാട് കോഹ്ലി ഒഴിച്ച മറ്റ് ലെജൻഡറി താരങ്ങൾ, ഇതിഹാസ താരങ്ങൾ നേടിയ നേട്ടത്തിനൊപ്പമാണ് ഇപ്പോൾ കരുൺ നായർ എത്തിയിരിക്കുന്നത്. അതിൽ യുവതാരങ്ങളുടെ നിരയിലേക്ക് വെക്കാവുന്നത് കരുൺ നായരും വിരാട് കോഹ്ലിയുമാണ്. എന്തായാലും 4ാം ദിവസം 71 റൺസ് എന്ന നിലയിൽ കളി തുടങ്ങിയ കരുൺ ലോകേഷ് രാഹുലിന്റെയും മുരളി വിജയുടെയും അശ്വിനെയും കൂട്ടുപിടിച്ചാണ് ഇന്ത്യക്ക് ഒരു വലിയ ഇന്നിംഗ്സിലേക്ക് നിലവിൽ സ്കോർ എത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ കൃത്യമായ സ്കോർ 616 കഴിഞ്ഞിരിക്കണം, 6 വിക്കറ്റ് നഷ്ടത്തിൽ എന്നാണ്. അങ്ങനെയാണെങ്കിൽ 140 റൺസിലധികം ലീഡ് ഇന്ത്യക്ക് ഇന്നിംഗ്സ് ലീഡ് നിലവിൽ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വിരാട് കോഹ്ലിയുടെ വിക്കറ്റ് വീണ ശേഷം 5ാമനായി കരുൺ ക്രീസിലെത്തുമ്പോൾ ഇന്ത്യയുടെ സ്കോർ 211 റൺസ് ആയിരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അവിടെ നിന്നാണ് വളരെ കരുതലോടുകൂടി ബാറ്റ് വീശി കരുൺ നായർ ഈ ഇന്നിംഗ്സ് നിലവിൽ കഴിഞ്ഞ മത്സരത്തിൽ ലോകേഷിന് സംഭവിച്ച പിഴവ് ഉണ്ടാവരുത്, 199 പുറത്താവുക എന്ന പിഴവ് ഉണ്ടാകരുത് എന്ന് കരുതി വളരെ കൃത്യമായി പ്രഹരിക്കേണ്ട പന്തുകളെ പ്രഹരിക്കുകയും കൃത്യമായി വളരെ ശ്രദ്ധയോടുകൂടി ബാറ്റ് വീശുന്ന കാഴ്ചയാണ് ക്രീസിൽ നിന്ന് നിലവിൽ കണ്ടത്. എന്തായാലും 211 റൺസ് ആയിരുന്നു കരുൺ നായർ ക്രീസിലെത്തുമ്പോൾ ഉണ്ടായിരുന്നത്. അവിടെ നിന്നാണ് വളരെ മനോഹരമായ ശക്തമായ ഒരു ഇന്നിംഗ്സ് നിലവിൽ പടുത്തുയർത്തുകയും ചെയ്തത്. കർണാടക രഞ്ജി ടീമിലൂടെയാണ് അദ്ദേഹം നാഷണൽ ടീമിലേക്ക് എത്തിയിരിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള എൻട്രി അല്ല എന്നതാണ് ഒരല്പം മലയാളികളെ സംബന്ധിച്ച് സങ്കടത്തിന് കാരണമെങ്കിലും സ്പോർട്സ് ആണ്, ആ തരത്തിൽ നമ്മൾ പരിഗണിക്കേണ്ടതില്ല. ചെങ്ങന്നൂർ സ്വദേശിയായ കരുൺ നായരുടെ വലിയ നേട്ടം തന്നെയായി നമുക്ക് ഇതിനെ നിലവിൽ കാണാനാവും. എന്തായാലും 311 പന്തിൽ ഇരട്ട ശതകത്തിന് 1 റൺസ് അകലെ ലോകേഷ് യാദവിന്റെ 1 വിക്കറ്റ് വീണ കാഴ്ച നമ്മൾ കണ്ടതാണ്. അത്തരത്തിലുള്ള പിഴവുകളൊന്നും ആവർത്തിക്കാതിരിക്കാൻ വളരെ ശ്രദ്ധാലുവായി വളരെ കരുതലോടുകൂടി തന്നെയാണ് കളിച്ചത്. മറ്റൊന്ന്, ഇങ്ങനെ ഒരു നേട്ടം എന്തായാലും നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചതുമല്ല. നേരത്തെ ഏറെ പാടിപ്പൂത്തിയതാണ് ടെസ്റ്റിൽ ആദ്യ സെഞ്ചുറി നേടുക എന്നുള്ളത്. അതായത് 185 പന്തിൽ അദ്ദേഹത്തിന്റെ ടെസ്റ്റ് സെഞ്ചുറിയിലേക്ക് പോയാൽ 185 പന്തിൽ 8 ഫോറും 1 സിക്സറും അടങ്ങുന്ന ഒരു സെഞ്ചുറിയാണ് അദ്ദേഹം ആദ്യം പടുത്തുയർത്തിയത്. എന്തായാലും വളരെ മനോഹരമായ ഒരു ഇന്നിംഗ്സ് തന്നെ ഈ ഘട്ടത്തിൽ ഇതിനെ വിശേഷിപ്പിക്കാനാകും. അരുൺ, എന്തായാലും കരുണിന്റെ ചരിത്രം പരിശോധിച്ചാൽ രഞ്ജിയിൽ ട്രിപ്പിൾ തികച്ച ഒരു ചരിത്രം കൂടിയുണ്ട് കരുണിന്. അത്തരത്തിൽ വരുമ്പോൾ കായിക ലോകത്തിന്, ക്രിക്കറ്റ് ലോകത്തിന് ഒരു വാഗ്ദാനം എന്ന് തന്നെ വിശേഷിപ്പിക്കാം കരുണിനെ. തീർച്ചയായും അത്തരത്തിലേക്ക് ഈ നാഷണൽ മാധ്യമങ്ങളുടെയോ ദേശീയ മാധ്യമങ്ങളുടെയോ ക്രിക്കറ്റ് കമന്റേറ്റേഴ്സിന്റെയോ അല്ലെങ്കിൽ ക്രിക്കറ്റ് വിദഗ്ധരുടെയോ ഒന്നും സവിശേഷമായ ശ്രദ്ധ പതിയാത്തൊരു താരം കൂടിയാണ് കരുൺ നായർ. IPL അടക്കം നമ്മൾ വേറിട്ട ചില ഒറ്റപ്പെട്ട മത്സരങ്ങൾ മാത്രമാണ് കരുൺ നായരെ നമ്മൾ ഇടയ്ക്ക് കണ്ടിട്ടുള്ളത്. അതിന് അപ്പുറം ഒരു വലിയ പ്രതീക്ഷയിലേക്കൊന്നും അദ്ദേഹത്തെക്കുറിച്ച് നിലവിൽ നമ്മൾ എത്തിയിരുന്നില്ല. എന്തായാലും ഇത് വളരെ സുപ്രധാനമായ ഒരു ചരിത്രപരമായ ഒരു നേട്ടമാണ് എന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു. കാരണം നേരത്തെ സൂചിപ്പിച്ച പോലെ രഞ്ജിയിൽ ട്രിപ്പിൾ സെഞ്ചുറി നേടുക എന്നുള്ളത്, രഞ്ജി ക്രിക്കറ്റ് നാഷണൽ
നാഷണൽ ടീമിലേക്കുള്ള എൻട്രി, ഒരു താരത്തിന്റെ സ്റ്റെബിലിറ്റി, സ്ഥിരത, ഇതൊക്കെ അളക്കുന്നത് രഞ്ജി ക്രിക്കറ്റിലാണ്. അതിന്റെ പരിഗണനയിലാണ് സെലക്ടേഴ്സ് അവരെ നാഷണൽ ടീമിലേക്ക് വിളിക്കുക. ആ തരത്തിൽ നോക്കുമ്പോൾ തന്റെ സ്ഥിരത, ബാറ്റിംഗിൽ അത്തരത്തിലൊരു സ്ഥിരതയാർന്ന പ്രകടനം നേരത്തെ തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട് എന്നുള്ളത് കരുൺ നായർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. രഞ്ജിയിൽ 300 റൺസ് കടന്നൊരു സാഹചര്യം. എന്തായാലും 200 ഡബിൾ സെഞ്ചുറി എന്ന വളരെ സുപ്രധാനമായ ഒരു നേട്ടമാണ് നിലവിൽ അദ്ദേഹം നേടിയിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വീരേന്ദ്ര സെവാഗ്, സച്ചിൻ തെണ്ടുൽക്കർ, രാഹുൽ ദ്രാവിഡ്, സുനിൽ ഗവാസ്കർ, വിരാട് കോഹ്ലി എന്നിവരുടെ നിരയിലേക്ക് അദ്ദേഹം എത്തി നിൽക്കുന്നു. ചെന്നൈ ക്രിക്കറ്റ് ടെസ്റ്റിൽ കരുൺ നായർക്ക് ഇരട്ട സെഞ്ചുറി നേടാനായിരിക്കുന്നു. വിവരങ്ങളാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും അരുൺ നൽകിയത്.